Good morning, children. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓൺ കോപ്ലാനാർ സിസ്റ്റം ആണ് ചെയ്തത്. ഒരു കോപ്ലാനാർ സിസ്റ്റത്തിൽ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടൻറ്റും ലൊക്കേഷനും എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും കോപ്ലാനാർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോബ്ലംസിൽ രണ്ടും പാരലൽ ഫോഴ്സസ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ പ്രോബ്ലംസിൽ പാരലൽ ഫോഴ്സസ് അല്ല, ഇൻക്ലൈൻഡ് ആയിട്ടും കൂടെ ഫോഴ്സ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ അത് അനലൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് പ്രോബ്ലം. A horizontal beam AB of length 10 meter is acted upon by a set of forces as in figure. Determine the magnitude, direction and position of the resultant. Okay. അപ്പോൾ ഫോഴ്സ് സിസ്റ്റം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന്. എ ബി എന്ന് പറയുന്നതാണ് നമ്മളുടെ ബീം. അതിന് 10 മീറ്റർ ആണ് ലെങ്ത്. അതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട് 1 കിലോ ന്യൂട്ടൺ. സി which is at a distance of 3 meter from A has an inclined force inclined at an angle 30 degree 1.5 kilonewton. സിയിൽ നിന്ന് 4 മീറ്റർ മാറി ഡിയിൽ 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി. ഡിയിൽ നിന്ന് 3 മീറ്റർ മാറി ബിയിൽ 2 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് റിസൾട്ടൻ്റ് എത്ര വരും, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കണ്ടുപിടിക്കണം. അതിൽ നിന്ന് റിസൾട്ടിനെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, അപ്പം സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻസ് എല്ലാം എടുക്കുക. ഇതിനകത്ത് ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് എടുക്കുന്നത് നോക്കാം. സൈനും കൂടെ ശ്രദ്ധിക്കാം. 1 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് പ്യുവർലി വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, അതിന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇല്ല. 1.5 കിലോ ന്യൂട്ടൺ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് റൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ പ്ലസ് 1.5 കോസ് 30. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മൈനസ് 1 കോസ് 45. ഇനി ഇവിടെ വരുമ്പോൾ അതും ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. സോ മൈനസ് 2 കോസ് 60. അപ്പോൾ നോക്കിക്കേ, 1.5 cos 30 minus 1 cos 45 minus 2 cos 60 is equal to sigma fx. So you will get the value as minus 0.408 kilonewton. Similarly, sigma fy ഒന്ന് കണ്ടുപിടിച്ച ഫിഗർ നോക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ വെർട്ടിക്കൽ, പ്യുവർലി വെർട്ടിക്കൽ ആണ്. സോ 1 കിലോ ന്യൂട്ടൺ താഴോട്ടായതുകൊണ്ട് മൈനസ് 1. ഇവിടെ വരുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് 1.5 സൈൻ 30. ഇവിടെ വരുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റും താഴോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് 1 സൈൻ 45. ഇനി ഇവിടെ വരുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റും താഴേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ് 2 സൈൻ 60. സോ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് 1.5 സൈൻ 30 മൈനസ് 1 സൈൻ 45 മൈനസ് 2 സൈൻ 60. സോ യിൽ ഗെറ്റ് ദ വാല്യൂ ആസ് മൈനസ് 4.189 കിലോ ന്യൂട്ടൺ. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. റിസൾട്ടൻ്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് sigma fx square plus sigma fy square. So value substitute ചെയ്യുമ്പോൾ you will get the resultant value as 4.209 kilonewton. ഇനി നമുക്ക് ഈ സിഗ്മ എഫ് എക്സിൻ്റെയും സിഗ്മ എഫ് വൈയുടെയും വാല്യൂ നോക്കുവാണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ മീനിങ്? ഇപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എക്സും വൈയും നെഗറ്റീവ് ആവുന്ന തേർഡ് ക്വാഡ്രൻറ്റിലാണ്. സോ ദ റിസൾട്ടൻ്റ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ്. ഇനി അതിൻ്റെ ഇൻക്ലിനേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? Inclination of the resultant with the x-axis is equal to tan inverse modulus of sigma fy by sigma fx, that is tan inverse modulus of, ഇവിടെ രണ്ടിടത്ത് നിങ്ങളങ്ങ് മൈനസ് ഇട്ടോളുക, കാരണം നമ്മുടെ സിഗ്മ എഫ് വൈക്കും സിഗ്മ എഫ് എക്സിനും മൈനസ് ഉണ്ട്. മോഡുലസ് എടുത്ത് കഴിയുമ്പോഴാണ് ആ മൈനസ് പോകുന്നത്. സോ ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് മൈനസ് 4.189 ഡിവൈഡഡ് ബൈ മൈനസ് 0.408 ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 84.44 ഡിഗ്രി. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് ദ എക്സ് ആക്സിസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ എക്സ് ആക്സിസ്, തേർഡ് ക്വാഡ്രൻറ്റിലാണ് റിസൾട്ടൻ്റ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മാർക്ക് ചെയ്തേക്കുന്ന തീറ്റയാണ് നമുക്കിപ്പോൾ ഇൻക്ലിനേഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇഫ് യു വോണ്ട് ദ ഇൻക്ലിനേഷൻ വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള ഇൻക്ലിനേഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ തീറ്റയുടെ കൂടെ 180 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യണം. So inclination with the positive x-axis 180 plus theta is equal to 180 plus 84.44 264.437 degree. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് ലൊക്കേഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ്. ആ ബീമിൽ എവിടെയാണ് ഈ റിസൾട്ടൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാരിഗ്നൻസ് തിയറമാണ്. വാരിഗ്നൻസ് തിയറം എന്താണ് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് is equal to the sum of the moments of the component forces.
അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ഈ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചത് കുറേ ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് ആണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ആ റിസൾട്ടൻറ്റിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ കമ്പോണൻറ്റ് ഫോഴ്സസിൻ്റെ മൊമെൻറ്റിന് സെയിം ആയിരിക്കും എന്നാണ് വാരിഗനൻസ് തിയറം പറയുന്നത്. അപ്പോൾ ഇനി അത് അപ്ലൈ ചെയ്ത് നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യണം. കാരണം നമുക്കറിയില്ല ഈ റിസൾട്ടൻ്റ് എവിടെയാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ നമ്മളത് അസ്യൂം ചെയ്യുകയാണ് എയിൽ നിന്ന് എക്സ് മീറ്റർ മാറിയാണ് റിസൾട്ടൻ്റ് വരുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ റിസൾട്ടൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് പോയിന്റ് ആണോ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നു അവിടെ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം, എക്സും വൈയും ആക്സിസ് ഉള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം അസ്യൂം ചെയ്യുക. അവിടുന്ന് തേർഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ റിസൾട്ടൻ്റ് മാർക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ റിസൾട്ടൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 84.44 ഡിഗ്രി വിത്ത് ദ എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിൽ നിന്ന് 84.44 ഡിഗ്രി മാറി തേർഡ് ക്വാഡ്രൻറ്റിലാണ് റിസൾട്ടൻ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സ് ഡിസ്റ്റൻസിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ വേണ്ടത്? മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി മൊമെൻറ്റ്സ് ഓഫ് ദി കമ്പോണൻറ്റ് ഫോഴ്സസ്. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മൊമെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിസൾട്ടൻ്റ് വാല്യൂ ഇൻറ്റു എക്സ് എന്ന് നമുക്ക് എടുക്കാനൊക്കത്തില്ല. ആ റിസൾട്ടൻറ്റിൻ്റെ കമ്പോണൻസ് വേണം എടുക്കാൻ. അപ്പോൾ കമ്പോണൻ്റ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എയിലൂടെ തന്നെ പാസ് ചെയ്യുന്നതുകൊണ്ട് അതിന് മൊമെൻറ്റ് വരില്ല. അപ്പോൾ വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് മാത്രമായിരിക്കും. അപ്പോൾ ആ വെർട്ടിക്കൽ കമ്പോണൻ്റ് വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. വെർട്ടിക്കൽ കമ്പോണൻ്റ് നമ്മളിവിടെ സിഗ്മ എഫ് വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ എഫ് വൈ -4.189 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൈനസ് അത് ഏത് ക്വാഡ്രൻറ്റിലാണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മൈനസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡയറക്ഷനിൽ അതിനെ മാർക്ക് ചെയ്ത് വെച്ചത്. മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ മൈനസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ദ റിസൾട്ടൻ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്. റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഈ ആറല്ല, അതിൻ്റെ കമ്പോണൻസ് ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എയിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നത് കൊണ്ട് അതിന് മൊമെൻറ്റ് ഇല്ല. സോ വെർട്ടിക്കൽ കമ്പോണൻ്റ് മാത്രമേ വരുള്ളൂ, വിച്ച് ഈസ് 4.189 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് എക്സ്. സോ 4.189 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ്? കമ്പോണൻറ്റ് ഫോഴ്സസിൻ്റെ എല്ലാം മൊമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ കമ്പോണൻറ്റ് ഫോഴ്സസ് ഇവിടെ 1 kN ഉണ്ട്. അത് എയിലൂടെ തന്നെ പാസ് ചെയ്യുന്നത് കൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ 1.5 kN വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുക്കണം. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എയിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് എടുക്കണ്ട. സോ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇസ് 1.5 sin 30. താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ പ്ലസ് 1.5 sin 30 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് 3 മീറ്റർ. ഇനി അടുത്ത എന്താ, ഇവിടെ 1 kN ഇൻക്ലൈൻറ്റിൻ്റെ ഉണ്ട്. അതിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻ്റ് മാത്രം എടുത്താൽ മതിയാവും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എയിലൂടെ തന്നെ പാസ് ചെയ്യുന്നു. സോ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇസ് 1 sin 45. താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. സോ 1 sin 45 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 4 + 3 7 മീറ്റർ. അപ്പോൾ അതും കിട്ടി. ഇനി അടുത്ത് ഈ 2 kN ആക്ട് ചെയ്യുന്നു. അതിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻ്റ് മാത്രം എടുത്താൽ മതിയാവും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇസ് 2 sin 60. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 10 മീറ്റർ. സോ പ്ലസ് 2 sin 60 ഇൻറ്റു 10 മീറ്റർ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആസ് 5.853 മീറ്റേഴ്സ്. അതായത് ഈ ബീമിൽ എയിൽ നിന്ന് 5.853 മാറി ഒരു പോയിന്റിലാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം തന്നിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റും ഇത് അനലൈസ് ദ സിസ്റ്റം എന്ന് മാത്രം ക്വസ്റ്റനിൽ പറഞ്ഞാൽ പോലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പൊസിഷൻ ഓഫ് ദ റിസൾട്ടൻറ്റും തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇൻക്ലൈൻ ഫോഴ്സസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കിയത്.